നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊരിഞ്ഞ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ബേപ്പൂർ. സിറ്റിംഗ് MLA-യും മന്ത്രിയുമായ മുഹമ്മദ് റിയാസാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. മുഖ്യമന്ത്രിയോടും റിയാസിനോടുമുള്ള പഴയ പ്രതികാരം തീർക്കാൻ PV അൻവറാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും മുൻപേ തന്നെ അൻവർ മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചത് വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിരുന്നു. ഏത് വിധേനയും ജയം തന്നെയായിരുന്നു അൻവറിന്റെ ലക്ഷ്യം. എന്നാൽ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് മണ്ഡലത്തിലെ റിയാസിന്റെ ജയമാണ്. ഇതോടെയാണ് കുപിതനായി അൻവർ രംഗത്ത് വന്നത്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസ് ജയിച്ചാൽ മൊട്ടയടിച്ച് കമ്മലിട്ട് കിഡ്സൺ കോർണർ മുതൽ SM സ്ട്രീറ്റ് വഴി റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമെന്നാണ് അൻവർ പറഞ്ഞത്. അഥവാ താനാണ് ജയിക്കുന്നതെങ്കിൽ റിയാസ് ഇങ്ങനെ ചെയ്യുമോ എന്നും അൻവർ വെല്ലുവിളിക്കുന്നു. മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുനട്ടാണ് അൻവർ പ്രചാരണം നയിച്ചത്. എന്നാൽ മണ്ഡലത്തിൽ ചിരപരിചിതനായ റിയാസ് എല്ലാ പഴുതുകളും അടച്ചാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കടുത്ത ഇടത് മണ്ഡലമായ ബേപ്പൂരിൽ നിന്നും അൻവറിന് ജയിച്ചു പോകാനും പ്രയാസമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയോടും റിയാസിനോടുമുള്ള കണക്കുകൾ തീർക്കാനാണ് അൻവർ ബേപ്പൂർ തന്നെ ചോദിച്ചു വാങ്ങി ഇവിടെ റിയാസിനെതിരെ മത്സരിച്ചത്. എന്നാൽ കണക്കുകൂട്ടലുകൾ തെറ്റുന്നതാണ് അൻവറിനെ പ്രകോപിപ്പിക്കുന്നത്. വിജയിച്ചിരുന്നെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രി പദവിക്ക് ഉൾപ്പെടെ അൻവറിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമായിരുന്നു. ചീഫ് വിപ്പെങ്കിലും ആവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ തോറ്റാൽ പണി പാടും. UDF അധികാരത്തിൽ വന്നിട്ടും റോളൊന്നും ഇല്ലാതെ ഭിന്നനായി ഇരിക്കേണ്ടി വരും. MLA സ്ഥാനം രാജിവെച്ചപ്പോൾ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ സ്വന്തം മണ്ഡലമായ നിലമ്പൂരിൽ UDF LDF മുന്നണികളെ വെല്ലുവിളിച്ചാണ് അൻവർ പ്രചാരണം നയിച്ചത്. തോറ്റെങ്കിലും അൻവർ നേടിയ 20,000-ഓളം വോട്ടുകളാണ് UDF-ൽ അൻവറിന് പ്രവേശനം ഉറപ്പിച്ചത്. CPM വിട്ടപ്പോൾ DMK-യിൽ ഇടം തേടി പരാജയപ്പെട്ടപ്പോഴാണ് തൃണമൂൽ നേതാക്കളെ സ്വാധീനിച്ച് അൻവർ തൃണമൂലിൽ ഇടം നേടിയത്. എന്നാൽ UDF-ൽ ഇടം നേടാൻ തൃണമൂലിനെയും തള്ളിപ്പറഞ്ഞ അൻവർ ഇപ്പോൾ തൃണമൂലിലും ഇല്ലാത്ത അവസ്ഥയിലാണ്. നിലവിൽ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയുടെ അവസ്ഥയിലാണ് അൻവർ. അതിനാണ് പ്രതീക്ഷയോടെ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയായത്. മരുമോനിസവും പിണറായിസവും തിരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കുകയും ചെയ്തു. ഇതൊന്നും ഏശിയില്ലെന്ന് വന്നാൽ അൻവറിന് അത് വലിയ ക്ഷീണമാകും. തോറ്റാൽ CPM-നെ റിയാസ് ഹൈജാക്ക് ചെയ്തെന്നും പിണറായിയുടെ ഏകാധിപത്യ രീതികളാണ് പാർട്ടിയെ തകർത്തതെന്നുമുള്ള അൻവറിന്റെ ആക്ഷേപങ്ങൾ ജനം തള്ളിക്കളഞ്ഞതായി സമ്മതിക്കേണ്ടി വരും. ബേപ്പൂരിൽ നിന്നും ജയിക്കാതെ വന്നാൽ അത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ ക്ഷീണവും ചെയ്യും. എന്തായാലും ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിധി അൻവറിനെ സംബന്ധിച്ച് നിർണായകമാകും.